ഓക്കെ ഓക്കെ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറ സിസ്റ്റർ നസ്രത്ത്, സിസ്റ്റർ മുംതാസ് ആൻഡ് മാഷാഅല്ലാഹ് സക്കിയ, ബാറകല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് തന്നെയാണിത്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الحمد لله. എവിടേക്കോ കിടക്കുന്ന കുറേ സഹോദരിമാരെ അല്ലെ, അൽഹംദുലില്ലാഹ് ഇവിടെ വീട്ടിനകത്തിരുന്ന് എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ തൗഫീഖാണ്. ഖുർആൻ എന്ന ഒരൊറ്റ കാരണം അല്ലെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ലോകർക്ക് മൊത്തം ഇറക്കിയിട്ടുള്ള ഖുർആൻ എന്ന ഒരു കാരണമാണ് എവിടേക്കോ കിടക്കുന്ന നമ്മൾ ഇപ്പം പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ അല്ലെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പം മാത്രമല്ല, നിങ്ങൾ ഖുർആൻ പഠിതാക്കളാണ്. അനസ് അക്കാഡമിയിലെ മാഷാഅല്ലാഹ് ഖുർആന്റെ പഠിതാക്കളാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഇൽമിനും നിങ്ങളുടെ എഫേർട്ടിനും ഒക്കെ ബറക്കത്ത് തരട്ടെ. അതേപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ സഹോദരിമാരും അവരുടെ ഓരോ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം കൊടുത്ത് സ്വീകരിക്കട്ടെ. മാത്രമല്ല, അവരുടെ കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ഇവിടെ തജ്വീദ് ക്ലാസ്സുകൾ നടക്കുന്നതായിട്ട് അറിയാം. റീസെൻ്റ്ലി തഫ്സീർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതായിട്ട് നുസ്രത്ത് മാം പറഞ്ഞു. മാഷാ അല്ലാഹ്. അപ്പം കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്താനുള്ള തൗഫീക്കും കൂടുതൽ ആളുകളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വ്യാപിപ്പിക്കാനുള്ള തൗഫീക്കും ബർക്കയും എളുപ്പവും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല കൊടുക്കട്ടെ. അതേപോലെ പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യത്തിലും എളുപ്പവും നിങ്ങളുടെ സമയങ്ങളിൽ ബർക്കത്തും നിങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്തും സമ്പത്തിൽ ബർക്കത്തും എല്ലാ രീതിയിലുള്ള എളുപ്പവും കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. അപ്പം ഖുർആൻ പഠിതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആനെ കുറിച്ച് തന്നെ പറയുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലേ. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സെന്റൻസ് എക്സ്ട്രാ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ എന്നെ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യമാണ് ഖുർആനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തദബ്ബുറുൽ ഖുർആനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. തദബ്ബുർ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളവർക്ക് അറിയാം അതെന്താന്നല്ലേ. ഭയങ്കര സിമ്പിളാ, വലിയ ഭീകരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ഖുർആനെ കുറിച്ച് ചിന്തിക്കുക, റിഫ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, ഖുർആനിൽ നമ്മളടുത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. മാഷാ അല്ലാഹ്, ഭയങ്കര സിമ്പിളാണ് അല്ലേ. ഒരുപക്ഷെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന്. പക്ഷെ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങാത്തവർക്ക് ഇത് എന്തോ ഒരു ഭയങ്കര മല പോലെയുള്ള ഒരു കാര്യമായിരിക്കും. ഇതെങ്ങനെയാ നടക്കുക, എന്താ ഇതെന്ന് അറിയാത്തൊരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒന്ന് സിമ്പിളായിട്ട് അത് പറയാമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തദബ്ബുറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞ 2-3 എണ്ണം ഞാൻ ഇവിടെ എടുത്തു പറയാം. സൂറത്തുൻ നിസാഇൽ 82-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അല്ലേ. അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നും എങ്കിലും ആയിരുന്നെങ്കിൽ, അതായത് ഖുർആൻ അല്ലാഹു അല്ലാത്ത ആരെങ്കിലും ഇറക്കിയതായിരുന്നെങ്കിൽ അവരതിൽ ധാരാളം പൊരുത്തക്കേടുകൾ കണ്ടെത്തുമായിരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവിശ്വാസികളെ കുറിച്ച് അല്ലേ. അവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചലഞ്ച് ചെയ്യാണ്. അവര് ഖുർആനെ കുറിച്ച് വെറുതെ കുറ്റം പറയല്ലാതെ ഖുർആനെ കുറിച്ച് അവർ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ അല്ലേ. നമുക്ക് സുബ്ഹാനല്ലാഹ് പൊതുവേ ഒരു കുറ്റം പറയുന്ന ശീലം പൊതുവേ ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക് അല്ലേ. എന്തിനെങ്കിലും കുറിച്ച് അറിയാതെ പലപ്പോഴും നമ്മൾ സുബ്ഹാനല്ലാഹ് നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മളടുത്ത് മിസ്സായ എന്തെങ്കിലും ഒരു കാര്യത്തിന് പേരിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു പക്ഷെ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. എത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും
അവര് ഇത് പറഞ്ഞല്ലോ അല്ലെ, ഇത് പറഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നും. അവർ ആ ഇത് പറയാനുള്ള കാരണം ഒരു പക്ഷെ നമ്മൾ ആ ചെയ്തതിനെ കുറിച്ച് അവർ ശരിക്കും അതിന്റെ പ്രയാസത്തെക്കുറിച്ച് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ കുറ്റം എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളുടെ അടുത്ത് ചോദിക്കുകയാണ്, അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? ഇവിടെ അവിശ്വാസികൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അതിനെക്കുറിച്ച് കുറ്റം പറയാൻ തോന്നുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിനകത്ത് ധാരാളം പൊരുത്തക്കേടുകൾ കണ്ടെത്തുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ചലഞ്ചാണ് അവിശ്വാസികൾക്കെതിരെയുള്ള. ഖുർആനിൽ എന്തെങ്കിലും ഒരു കുറ്റം നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെ അഡ്രസ് ചെയ്തിട്ട് തദബ്ബുറുൽ ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്ത് മുഹമ്മദിൽ 24-ാമത്തെ ആയത്തില് അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആൻ ആഴത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? സെയിം അഫല യതദബ്ബറൂനൽ ഖുർആൻ. അതല്ല, അലാ ഖുലൂബിൻ അഫ്ഖാലുഹ, അവരുടെ ഹൃദയങ്ങളെ താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ, താക്കോലിട്ട് പൂട്ടിയതാണോ എന്ന്. ഇവിടെ മുനാഫിഖുകളെയാണ് അള്ളാഹു അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അതോ ഹൃദയം ലോക്ക്ഡ് ആണോ എന്ന് ഓരോരുത്തരും അല്ലെ അവനവനോട് തന്നെ ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷെ നമ്മൾ ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നില്ലായിരിക്കും അല്ലെ, ഖുർആനെ കുറ്റപ്പെടുത്തുന്ന ആളുകളിൽ വരുന്നില്ലായിരിക്കും. പക്ഷെ ഇവിടെ ഖുർആനെ അവർ ചിന്തിക്കുന്നില്ലേ, അതോ അവരുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയതാണ്? ആരോടാ ചോദിച്ചിരിക്കുന്നത്? മുനാഫിക്കുകളോട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ അർത്ഥം ഒരാൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും അല്ലെ, ഖുർആനിൽ എന്താ പറഞ്ഞതെന്ന് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുമ്പം അത് അവന്റെ ഹൃദയം തുറക്കാനുള്ള ഒരു വഴിയാണ്, ഹൃദയത്തിന് ജീവൻ കൊടുക്കാനുള്ള ഒരു വഴിയാണ്, ഹൃദയത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. കാരണം ജീവനുള്ള ഹൃദയം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്നതല്ലേ. നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിത്രയോടുകൂടി ഏകദൈവത്തിലുള്ള വിശ്വാസം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് സീൽ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. നല്ല ഉഷാറായിട്ടുള്ള ബെസ്റ്റ് ഈമാനോട് കൂടി തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങോട്ട് വിട്ടത് അല്ലെ. പക്ഷെ നമ്മൾ താഴിട്ട് പൂട്ടിയത് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ ചത്തുപോയി. അപ്പൊ ഹൃദയത്തിനെ തുറപ്പിക്കാനുള്ള ഒരു വഴിയാണ് എന്ത്? ഖുർആനെ കുറിച്ച് ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. തുടർന്ന് സൂറത്ത് സ്വാദില് 29-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഫേസ് ചെയ്തിട്ട്, വിശ്വാസികളെ അഡ്രസ് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇത് വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയണ കിതാബുൻ അൻസൽനാഹു ഇലൈക, നിനക്ക് നാം ഇറക്കി തന്ന മുബാറക്കൻ, അനുഗ്രഹീതമായ കിതാബാണത് അല്ലെ, വേദഗ്രന്ഥമാണത്. ലി യദ്ദബ്ബറു ആയാതിഹി, ഇതിലെ വചനങ്ങളെ പറ്റി ഇവർ ചിന്തിക്കാൻ വേണ്ടി. യദ്ദബ്ബറു ആര്? വിശ്വാസികൾ അല്ലെ. അവർ ചിന്തിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടിയിട്ട്? അത് ചിന്തിച്ചാൽ എന്താ ഗുണം? വലിയതദക്കറ ഉലുൽ അൽബാബ്, വിചാരശാലികൾ, ബുദ്ധിയുള്ളവര്, എന്താണ്, ചിന്തയുള്ളവര് പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയിട്ട്. അപ്പൊ വിശ്വാസികൾക്ക് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ സംഭവമാണ് അല്ലെ. ചിന്തിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും വിശ്വാസികളുടെ അടുത്തും അള്ളാഹു ഇതാ പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഈ പറഞ്ഞു കേട്ട 3 ചോദ്യങ്ങൾ, തദബ്ബുറിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ 3 ചോദ്യങ്ങൾ 3 കൂട്ടരോടാണ് നമ്മൾ പറഞ്ഞല്ലേ. അവിശ്വാസികള്, മുനാഫിഖുകള്, വിശ്വാസികള്. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നത്? എല്ലാവരും ഒന്ന് അവനവനോടൊന്ന് ചോദിച്ചു നോക്കാം. ഞാനും എന്നോട് ചോദിക്കുക. സുബ്ഹാനല്ലാഹ്. ആദ്യം പറഞ്ഞതിലാണോ, രണ്ടാമത് പറഞ്ഞതിലാണോ, അതായത് ഹൃദയം പൂട്ടിയിട്ടവരുടെ കൂട്ടത്തിലാണോ, അതോ ഖുർആനെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ഖുർആനിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ, അതോ ഈ അവസാനം പറഞ്ഞ തദബ്ബുർ ചെയ്ത് അല്ലെ അതിൽ ആയാത്തുകളെ കുറിച്ച് ചിന്തിച്ച് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിലാണോ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവര് നമ്മൾ എന്താ ശരിക്കും ഏത് കാറ്റഗറിയിലാണ് പെടേണ്ടത്? നമ്മൾ വിശ്വാസികളാണെങ്കിൽ ഈ പറഞ്ഞ അവസാനത്തെ കാറ്റഗറിയിലെ. ഒരുപക്ഷെ നമ്മളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഹാഫോ ഒരു 1/3 1/4 ഒക്കെ കഴിഞ്ഞവരായിരിക്കും അല്ലെ. 25-ന്റെ മേലെ ഉള്ളവരായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വയ്ക്കുന്നത്. അതിൽ താഴെ ഉണ്ടാവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്. അപ്പം ഇത്രയും കാലമായിട്ടും നമ്മൾ വിശ്വാസികളാണെന്ന് അവകാശപ്പെട്ടിട്ടും നമ്മളിത് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അല്ലെ, ഈ നിമിഷം മുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. എന്തും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യെന്താ? ദുആ അല്ലെ. ഇപ്പൊ ദുആ ചെയ്തു എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം അല്ലെ ഖുർആനും ഏറ്റവും ഭംഗിയായിട്ട് തദബ്ബുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ദുആ ചെയ്യാം.
ഓക്കെ. അപ്പൊ നമ്മൾ ഈ തദബ്ബുർ ചെയ്യുന്ന ആ ഒരു ആർട്ട്, ആ ഒരു സ്കില്ല്, ഓക്കെ, അത് നമ്മളൊന്ന് സ്വായത്തമാക്കണം. എങ്ങനെയാ അപ്പൊ ഇത് ചെയ്യുക? വലിയ മലയാണല്ലേ നമ്മളേക്ക് മുമ്പിൽ ഇത്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് നമ്മൾ ഖുർആനെ തദബ്ബുർ ചെയ്യാം? ശരിക്കും കേട്ടോ, സിമ്പിളാ. ഓക്കെ, ഭയങ്കര സിമ്പിളാ. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു കൂട്ടം ആളുകൾ അൽഹംദുലില്ലാ ഇന്നലെ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി സൂറത്തുൽ ബഖറ കംപ്ലീറ്റ് ചെയ്തു. തദബ്ബുറോട് കൂടിയുള്ള പഠനമായിരുന്നു. പക്ഷെ അത് അത്രയും ഭീകരമായിട്ട് നമുക്ക് 2.5 വർഷം എടുത്ത് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇതേപോലെ ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മുനാഫിക്കുകളുടെ ഹൃദയം പോലെ പൂട്ടിവെച്ച ഹൃദയങ്ങളായതുകൊണ്ട്, അപ്പൊ അതൊന്ന് തുറപ്പിക്കാൻ വേണ്ടി ശരിക്കും കുലുക്കേണ്ടി വന്നു. നല്ലപോലെ പിടിച്ചു കുലുക്കേണ്ടി വന്നു. പക്ഷെ അൽഹംദുലില്ലാ തുറന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങളുണ്ട്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. അതുപോലെ ആയി ഇപ്പൊ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പം തുറപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് നമുക്ക് കിട്ടിയ പിന്നെ ഭയങ്കര സിമ്പിൾ ആ കാര്യം. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് തദബ്ബുറുൽ ഖുർആൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്? ഓക്കെ. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞതായിട്ട് കോട്ട് ചെയ്തത് ഒരു കാര്യം പറയാം. വമാ തദബ്ബറു ആയാതിഹി ഇല്ലാ ബിത്തിബാഇഹി. അദ്ദേഹം പറയുന്നത് ഖുർആന്റെ തദബ്ബുർ എന്ന് പറയുന്നത് ഇല്ലാ ബിത്തിബാഇഹി, അതിനെ ഫോളോ ചെയ്യൽ, ഇത്തിബാ ചെയ്യലല്ലാതെ വേറൊന്നുമല്ല. അതായത് ഖുർആനെ തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാല് ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ്. സുബ്ഹാനല്ലാഹ്, അത്ര എളുപ്പമൊന്നുമല്ല അല്ലേ അത്? അപ്പം ശരിക്കും തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഖുർആനിൽ എന്താണോ പറഞ്ഞത് അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലാണ് ഖുർആന്റെ തദബ്ബുർ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച്, ഒരു ആയത്ത് നമ്മൾ ഓതുമ്പോൾ, വായിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ അടുത്ത് എന്തെങ്കിലും ഒരു കൽപ്പന പറഞ്ഞിട്ടുള്ള ആയത്താണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആയത്താണെങ്കിൽ, ഓക്കെ, അപ്പൊ നമ്മൾ ആ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കൽപ്പനയെ നമ്മൾ അനുസരിക്കാന്ന് വെച്ചോ. ഓക്കെ, എന്തെങ്കിലും ഒരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ ഒരു ആയത്തിനെ ഉടനടി അനുസരിക്കണം എന്ന് നമുക്ക് തോന്നാണ്, നമ്മൾ അനുസരിക്കാന്ന് വെച്ചോ. അത് ആക്ച്വലി തദബ്ബുറാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ആ ഖുർആൻ പാരായണങ്ങൾ എവിടെയാണ് ചെന്ന് നിൽക്കാറെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, എല്ലാവരും ഇവിടെ തജ്വീദ് പഠിക്കുന്ന ആളുകളാണ്. തജ്വീദിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് ഇന്ന് തന്നെ സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ അവിടെ ഏതൊക്കെയോ ഒരു വഴിയിൽ സ്റ്റക്കായി നിൽക്കാറുണ്ട് അല്ലേ? തജ്വീദ് കറക്റ്റ് ആക്കും, ഒരുപക്ഷെ ഹിഫ്ളുള്ളവരായിരിക്കും, ഇനി അതിന്റെ അപ്പുറത്ത് പോയി ചിലപ്പോൾ നമ്മൾ അർത്ഥങ്ങളും വായിക്കുന്നുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് അല്ലേ, അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഇതിലെന്തപ്പോ എനിക്ക് കൊണ്ടുവരാനുള്ളതെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. വേറൊരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ വേറൊരു എക്സ്പ്ലനേഷൻ പറയാം. ഷെയ്ഖ് ഫാരിദ് അൽ അൻസാരി റഹ്മത്തുള്ളാഹി പറഞ്ഞ ഒരു കാര്യം. ഓക്കെ, അദ്ദേഹം ഭയങ്കര ഭംഗിയുള്ള ഒരു സംഭവം ഖുർആനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആന്റെ തദബ്ബുർ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ആദ്യം ആ ഒരു വ്യക്തി, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി ഈ കാര്യം ഉൾക്കൊള്ളണം. എന്താ ഉൾക്കൊള്ളേണ്ട കാര്യം? ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കലാമാണ് അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുള്ള വിശ്വാസത്തിനനുസരിച്ച് ആ ഒരു ഫീലിംഗ് നമ്മളിലേക്ക് വരും അല്ലെ? അള്ളാഹു റബ്ബാണ്, ഈ റബ്ബുൽ ആലമീനാണ്, 7 ആകാശങ്ങളുടെ, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സകല അല്ലെ പ്രപഞ്ചത്തിന്റെയും അതിനകത്തുള്ള സകലമാന വസ്തുക്കളുടെയും റബ്ബാണ്. റബ്ബാന്ന് പറയുമ്പോൾ സൃഷ്ടാവാണ് അല്ലെ, ഓണറാണ്, പരിപാലകനാണ്. ഇതെല്ലാം ഒരേ സമയത്ത് കൺട്രോൾ ചെയ്യുന്ന റബ്ബാണ്. ആ ഒരു ഓ എന്നുള്ള ആ ഒരു ഫീലിംഗ് അല്ലെ, സുബ്ഹാനല്ലാഹ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്താണ് റബ്ബ് അല്ലെ. അപ്പം റബ്ബിന്റെ സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നേക്കാം, അള്ളാഹ് നമ്മൾ കാണുന്നില്ലല്ലോ, അപ്പൊ ഇങ്ങനെ അള്ളാഹ് ഉണ്ടോ അല്ലെ? സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലത്ത് ചോദ്യങ്ങളുടെ ലോകമാണ്. അങ്ങനെ ചോദിക്കുന്നവർക്ക് ശരിക്കും അള്ളാന്റെ ഒരു തെളിവ് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു കാര്യമാണ് അള്ളാന്റെ കലാമായ ഖുർആൻ, അള്ളാന്റെ സംസാരമായ ഖുർആൻ അല്ലെ? അള്ളാഹിനെ കുറിച്ച് ഒരു പക്ഷെ നമുക്ക് ചിന്തിച്ചാൽ പോലും അറ്റം കിട്ടാത്ത അത്രയും ബൃഹത്തായ, എന്താ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം അള്ളാന്റെ ഒരു തെളിവ്, അള്ളാഹുവിന്റെ കലാം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ശരിക്കും എന്തായിരിക്കണം അല്ലെ? ശരിക്കും അത് മാത്രം ഇരുന്നാൽ മതി. അത് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ. അപ്പൊ നമ്മൾ ഖുർആൻ ഓതാൻ എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് അള്ളാഹിന്റെ കലാമാണ്. അത് എവിടെ നിന്ന് വന്ന്? അള്ളാഹുവിൽ നിന്ന് അല്ലെ? 7 ആകാശങ്ങളുടെ മേലെ, കുർസീന്റെ മേലെ, അള്ളാഹുവിന്റെ അർഷിന്റെ മേലെ നിന്ന് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് അത് കൊടുത്തിട്ട്, ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം താണ്ടിയില്ലേ, 7 ആകാശങ്ങളും താണ്ടി ഭൂമിയിലെത്തിയിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ഖുർആനാണത്. അല്ലാഹു അക്ബർ അല്ലെ?
ആ ഒരു ഖുർആനാണ് ഇന്ന് നമ്മളുടെ കയ്യിൽ, നമ്മളുടെ വീടുകളിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു വലിപ്പം എന്താണ്, അതിന്റെ ഒരു മഹത്വം എന്താണ്, അതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം എന്താണ്? സുബ്ഹാനല്ലാഹ്. നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ, നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചായിരിക്കും അല്ലേ? മക്കളാണെങ്കിൽ, ഹസ്ബൻഡ് ആണെങ്കിൽ, എന്താണെങ്കിലും അതിനെക്കുറിച്ചായിരിക്കില്ലേ നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ സമയം ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇനി എത്ര നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അല്ലേ, മക്കളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ അവിടെ എത്തിയോ ആവോ, അവന് ഭക്ഷണം കിട്ടിയോ ആവോ, അവന്റെ ജോലിയിൽ കയറിയോ ആവോ, അല്ലെ, അവൻ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നോ ആവോ, ഇനി അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അല്ലോ എന്റെ കുട്ടി അല്ലെ, അല്ലെങ്കിൽ മൂപ്പര് ഇവിടെ എത്തിയില്ലല്ലോ സമയത്ത്, മൂപ്പര് ആ പൈസക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അത് കിട്ടിയില്ലല്ലോ മൂപ്പർക്ക്. നമ്മളെ ദിവസങ്ങളും നമ്മളെ ചിന്തകളും മുഴുവനും അതിനെക്കുറിച്ചായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാരൊന്നും അല്ല, ചിന്തയുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ഇത്രയും മഹത്തായ ഒരു സംഭവം, ഇത്രയും മഹത്തായ, ഇത്രയും അത്ഭുതമേറിയ ഒരു കാര്യം നമ്മളുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിട്ട് നമുക്ക് അതിന്റെ വാല്യൂ അറിയാതെ പോയത് കൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ പോയത് അല്ലേ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ നല്ലപോലെ ചിന്തിക്കും. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സംഭവം ഉൾക്കൊള്ളണം. എന്ത്? അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ, ശരിക്കും അള്ളാന്റെ എന്തെങ്കിലും ഒന്ന് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, ഇത് വിശ്വാസമില്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കാനോ ഒന്നും ഉണ്ടെങ്കിൽ അത് ഖുർആനാണ്. അതും അതിന്റെ ആ ഒരു ഭംഗിയും അതിന്റെ ആ ഒരു മഹത്വം ഉണ്ടല്ലോ, ശരിക്കും അതിലേക്ക് അങ്ങോട്ട് നമ്മൾ മെല്ലെ മെല്ലെ, ഇപ്പം ഇൻട്രൊഡക്ഷനിൽ മുംതാസ് മാം പറഞ്ഞതുപോലെ ഈ മുത്തും പവിഴം എന്ന് പറയുന്ന സാധനം സുബ്ഹാനല്ലാഹ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരൊറ്റ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞു മുത്തുകളൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പൊ നമുക്കറിയാം ഇതിന്റെ അടിയിലേക്ക് എന്തെല്ലാം അത്ഭുതങ്ങൾ ഒളിച്ചു കിടക്കുന്നുണ്ട് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിരുന്നു അല്ലെ. ശരിക്കും നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ മുഅ്ജിസത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാവ് ഫീലിംഗ് ഒക്കെ ഒരു പക്ഷേ വരാറുണ്ടായിരിക്കും അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീനെ തണുപ്പാക്കി കൊടുത്തതും, മൂസ അലൈഹി ഇസ്ലാമിന് കടൽ പിളർത്തി കൊടുത്തൊക്കെ നമ്മളേക്ക് സുബ്ഹാനല്ലാഹ്, അതൊക്കെ എങ്ങനെയായിരിക്കും അല്ലെ, ഓർക്ക് അതൊക്കെ നടന്ന അതൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളും ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് പോയേനെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇബാദത്ത് ചെയ്തേനെ. നമുക്കതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. ഏറ്റവും കാണാൻ പറ്റാവുന്നതിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മളുടെ കയ്യിലുള്ളത്. പക്ഷെ നമ്മൾ അത് അത്ഭുതമാണോ എന്ന് നോക്കാൻ ഇതുവരെ പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഞാൻ വെറുതെ ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കൊന്നുമല്ല കേട്ടോ, അനുഭവം കൊണ്ട് പറയാ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് നമ്മളുടെയൊക്കെ കൈകളിലുള്ളത്. അത്രയും യാത്ര ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇത് യാത്ര ചെയ്യുന്ന ദൂരം എന്താലേ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ആയത്ത് കൊണ്ടുവരണമെങ്കിൽ ഓരോ ആകാശവും അടുത്ത ആകാശത്തിനെ വെച്ച് നോക്കുമ്പോൾ മരുഭൂമിയിലേക്ക് നമ്മളൊരു ഫിംഗർ റിംഗ്, നമ്മളെ കയ്യിലിടുന്ന ഒരു മോതിരം മരുഭൂമിയിലേക്ക് എറിഞ്ഞാൽ നമുക്കതിനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. അത്രയും വ്യത്യാസമാണ് സൈസിനെന്നാ പറയുന്നത്, ഓരോ ആകാശവും അടുത്ത ആകാശവും തമ്മിൽ. അങ്ങനെ 7 ആകാശത്തിന്റെയും അപ്പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കുർസീന്റെ വലിപ്പവും അതാണ്. അതിനേക്കാളും വലുതാണ്. അതിനെക്കുറിച്ച്, അർശിനെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയും ദൂരം താണ്ടിയിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിക്കുമ്പോൾ അനുഭവിച്ച അതിന്റെ ഒരു ഭാരമൊന്നും ശരിക്കും ഇപ്പൊ പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സാധനം 1400 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ഹർക്കത്തിന് പോലും, ഒരു വരയ്ക്ക് പോലും, ഒരു കുത്തിന് പോലും മാറ്റമില്ലാണ്ട് ഇത്രയും വലിയൊരു അത്ഭുതം നമ്മളെ വീട്ടിനകത്തൊക്കെ ഇരിക്കുക. ഈ കുട്ടികളുടെയൊക്കെ കാർട്ടൂൺ ഒക്കെ ഉണ്ടാവില്ലേ, എന്താണ് ആലിബാബയോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ, അതിനൊക്കെ നമ്മൾ കാണുമല്ലോ, ഈ ചെപ്പിനകത്ത് നിന്ന് ഇങ്ങനെ ലൈറ്റ് വരുന്നതൊക്കെ. ശരിക്കും അതുപോലെയുള്ള, നമുക്ക് അങ്ങനത്തെ റെപ്രസെന്റേഷൻ ഒന്നും ഇല്ല എന്നുള്ളതേ ഉള്ളൂ ഖുർആനിൽ. അതുപോലെ ലൈറ്റ്, ഭയങ്കര ലൈറ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളില്. പക്ഷെ നമ്മളത് ശരിക്കും തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്താ ഇതെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോ ആയത്തുകൾ നമ്മൾ ഓതുമ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കി ഇതിന്റെ ഒരു വലിപ്പം എന്താന്ന്. അത്രയും മഹത്തായതാണെങ്കിൽ അതിന് അത്രയും മഹത്തായത് നമുക്ക് തരാനുമുള്ള കഴിവുണ്ടാവില്ലേ ഖുർആന്. സുബ്ഹാനല്ലാഹ്. അത്രയും വലിയ സന്തോഷം അല്ലേ. നല്ലൊരു ലൈറ്റ് നമ്മളെ മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു വെളിച്ചം, ഒരു ഭംഗിയോ, നമ്മളൊന്ന് വെളുത്തു അല്ലെ. ശരിക്കുള്ള നല്ല ഈ കല്യാണത്തിനൊക്കെ ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലാവില്ലേ, ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാ, വേറെ തന്നെ ഒരാളെ പോലെ ഉണ്ടാവില്ലേ. അപ്പൊ അത്രയും നല്ലൊരു വെളിച്ചം നമ്മളെ മുഖത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഹൃദയത്തിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങ് വെളുത്ത് സുന്ദരികളായി പോവില്ലേ. അപ്പൊ നമ്മളെ ഹൃദയം എന്താവും, അത്ര ക്ലീൻ ആവില്ലേ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ. അപ്പൊ അതാരും മറക്കരുതേ ഇൻഷാ അല്ലാഹ്. അപ്പം അതുപോലെ
അങ്ങനെയുള്ള ഖുർആനിൽ നിന്ന് നമ്മൾ ഒരു ആയത്ത് ഓതുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പാപമോചനം, മിക്കവാറും ആയത്തുകളിലും അത് രണ്ടും ഒന്നിച്ചാ വരിക അല്ലെ. അള്ളാഹുവിന്റെ പാപമോചനം, റഹീമും ഗഫൂറും അല്ലെ, റഹ്മാനും ഒക്കെ ഒന്നിച്ചാണ് അധികവും വരിക. അള്ളാഹുവിന്റെ പാപമോചനത്തെ കുറിച്ചും അള്ളാഹുവിന്റെ കാരുണ്യത്തെ അല്ലെങ്കിൽ പാപം പൊറുക്കുന്ന ആ ഒരു ക്വാളിറ്റിനെ കുറിച്ചും കാരുണ്യത്തെ കുറിച്ചും പറയുന്ന ഒരായത്ത് നമ്മൾ ഓതുകയെന്ന് വെച്ചു. ആ മിനിമം വാക്കുകളൊക്കെ നമുക്ക് ആർക്കും മനസ്സിലാവും അല്ലെ. വലിയ ഖുർആൻ അറബീന്റെ പണ്ഡിതന്മാരൊന്നും ആവേണ്ട കാര്യമില്ല ഈ രണ്ട് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഓതുമ്പോൾ നമ്മളൊരു നിമിഷം അതൊന്ന് നിർത്തി വെച്ചിട്ട് അല്ലാഹ് നിന്റെ കാരുണ്യത്തിലെ അല്ലാഹുമ്മ അർഹംനി യാ അർഹമുർ റാഹിമീൻ, അത് വേണ്ട, അല്ലാഹു നിന്റെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണേ, എൻ്റെ കുടുംബത്തിന് മേൽ ചൊരിയണേ എന്ന് നമ്മളൊരു നിമിഷം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു അത്തവ്വാബ് ആണെന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അള്ളാഹു അൽ ഗഫൂർ ആണെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നിമിഷം അതൊന്ന് നിർത്തി വെച്ചിട്ട് അള്ളാഹുവെ നിന്റെ പൊറുക്കല് അതില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താ റബ്ബേ, എന്തെല്ലാം ഞാൻ ചെയ്ത് കൂട്ടുന്ന റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് തദബ്ബുറുൽ ഖുർആൻ. അത്രേ ഉള്ളൂ, അത്രയും സിമ്പിളാണ് തദബ്ബുറുൽ ഖുർആൻ. നമ്മൾ അദാബിനെ കുറിച്ച്, ശിക്ഷയെ കുറിച്ച് പറയുന്ന ഒരായത്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നരകത്തിലെ തീന്റെ കടുപ്പത്തെ കാഠിന്യത്തെ കുറിച്ച് പറയുന്ന ഒരായത്ത് നമ്മളെ മുമ്പിൽ വരുമ്പോൾ, നമ്മൾ നാവുകളിലൂടെ ഓതി പോകുമ്പോൾ ഒരു നിമിഷം അതിനെ ഒന്ന് നിർത്തി വെച്ചിട്ട് ഒരു മൊമെന്റ് നമ്മൾ അള്ളാന്റെ അടുത്ത് ആ ഒരു പിക്ചർ നമ്മൾ തീയിലേക്ക് എറിയപ്പെടുന്നത് അല്ലെ, നമ്മളെ മനസ്സിൽ വരുന്ന തീക്ക് ഒരിക്കലും അത്രയും കടുപ്പത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ഒരു സാധാരണ തീയിലേക്ക് തന്നെ നമ്മൾ എറിയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. നമ്മളുടെയൊക്കെ ചുറ്റുപാടുള്ള പല ന്യൂസുകളിൽ തീ കൊളുത്തി മരിച്ച കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കൊരു വിറയൽ നമ്മുടെ ബോഡിയിൽ വരാനുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനേക്കാളും പല മടങ്ങ് കടുപ്പമേറിയ തീനെ കുറിച്ച് പറയുമ്പോൾ ഒരു നിമിഷം അതൊന്ന് നിർത്തിവെച്ച് അള്ളാഹ് ആ നരകത്തിൽ നിന്ന് നീ എന്നെയും എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നീ രക്ഷിക്കണേന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആയത്ത് നമ്മൾ ഒരിത്തിരിയെങ്കിലും അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ ഈ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ. സിമ്പിൾ ആണല്ലേ, പക്ഷെ നമ്മൾ ഇത് ഭീകരമാണെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, റബ്ബേ എന്തെല്ലാം റബ്ബിന്റെ കാരുണ്യം അല്ലേ. കാരണം നമ്മൾ ഇന്നലെയും ഇന്നും മെഞ്ഞാന്നും കേട്ട പല ന്യൂസുകളും പല 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 സ്ഥലങ്ങളിൽ നടക്കുന്ന പലതും ഒന്നും വേണ്ട, ഇപ്പം ഫലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ റബ്ബെ എനിക്ക് നീ തന്ന സുഖം എന്താണല്ലേ. നിന്നോട് എത്ര മുഹബത്ത് കാണിച്ചാലാ മതിയാവുക, നിന്നോട് എത്ര നന്ദി ശുക്ർ കാണിച്ചാലാ മതിയാവുക എന്നൊന്ന് ചിന്തിച്ചാല് അതാണ് തദബ്ബുറുൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. സ്വതക്കയെ കുറിച്ച് നമ്മൾ ഒരു ആയത്ത് ഓതുമ്പോൾ, സ്വതക്കയുടെ പ്രതിഫലത്തെ കുറിച്ച് അതിന്റെ ഭംഗിയെ കുറിച്ച് ഓതുമ്പോൾ യെസ് ഇപ്പൊ തന്നെ ഗൂഗിൾ പേ എടുത്തിട്ട് ഇന്നലെ ഒരു കേസ് കണ്ടിരുന്നു, അവർക്ക് ഒരു 500 രൂപ അയച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അതാ തദബ്ബുറുൽ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ഇതിനു വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. തവക്കുലിനെ കുറിച്ചൊരു ആയത്ത് ഓതുമ്പം അല്ലാ എനിക്ക് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റബ്ബേ, പക്ഷെ നീ ഉണ്ടല്ലോ, നീ മതി എനിക്കല്ലേ, നീ കാഫിയാണ് എനിക്ക്. സുബ്ഹാനല്ലാഹ്. എനിക്ക് നിന്നിൽ തവക്കുലുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനും നമ്മളെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ തദബ്ബുറുൽ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലുള്ള ഒരു ഇഷ്ടം, ആ രീതിയിലുള്ള ഒരു അടുപ്പം നമുക്ക് ഖുർആനുമായിട്ട് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. നമ്മളൊരു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓർക്കുമ്പോൾ അല്ലെ, അള്ളാഹ് ഒന്നേ ഉള്ളൂ. നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് എത്ര പ്രാവശ്യം ഒരു ദിവസം ഓതി വിടുന്നുണ്ട് അല്ലേ. രാവിലെ 3, വൈകുന്നേരം 3, കിടക്കുന്നതിന്റെ മുമ്പ് 3. സുബ്ഹാനല്ലാഹ്. അതിന്റെ പുറമെ പല രീതിയിലും നമ്മൾ ഈ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് നമ്മളുടെയൊക്കെ നാവുകളിലൂടെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് പോകുന്നുണ്ടല്ലേ. അള്ളാന്റെ പേരുകൾ, അള്ളാന്റെ ആ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ ആ അഹദില് അള്ളാന്റെ ഓരോ പേരും അഹദാണ് അല്ലെ. നമുക്ക് ആലോചിച്ചാൽ അറ്റം കിട്ടുമോ. അർ റഹ്മാനായ റബ്ബ് അഹദാണ്. അത്രയും റഹ്മാനായിട്ടുള്ള വേറൊരാളെ നമുക്കറിയോ. അർ റഹീം അഹദാണ് അല്ലെ. അൽ മുജീബ്, അള്ളാനെ പോലെ വേറെ മുജീബായിട്ട് ആരുമില്ല. സമീഅ, അള്ളാനെ പോലെ സമീഅ ആയിട്ട് ആരുമില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച അവസാനം കിട്ടും. അത്രയൊന്നും വേണ്ട, ഒരിത്തിരിയെങ്കിലും നമ്മൾ ആലോചിക്കാറുണ്ടോ. നമ്മള് ആ ഒരു അള്ളാഹു സമതാണെന്ന് പറയുമ്പോൾ അല്ലെ, നമ്മൾ ആ ഒരു ഫെയ്ത്ത് അള്ളാഹ് നോക്കിക്കോളൂ അല്ലെ, എല്ലാം അള്ളാഹുലേക്ക് മടങ്ങുന്ന അള്ളയാണ് നമ്മളെല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വിശ്വാസം ഏതെങ്കിലും കുൽഹു അള്ളാഹു അഹദ് ഓതിയിട്ട് നമ്മളുടെയൊക്കെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു സമദ് ലം യലിദ് എന്നൊക്കെ ഓതുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ തൗഹീദ് വർദ്ധിച്ചിട്ടുണ്ടോ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതാണ്
തദബ്ബുറുൽ ഖുർആൻ. നമ്മളെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ഭയങ്കര നമ്മൾ ചെയ്ത വലിയൊരു തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും എങ്ങനെ എന്നറിയാത്തത് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആരും പേടിക്കേണ്ട. അൽഹംദുലില്ലാ. തുടങ്ങിയവർ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അങ്ങനെ മുന്നോട്ട് പോട്ടെ. തുടങ്ങാത്തവർ ഇന്ന് മുതൽ ഇന്ന് പോയിട്ട് ഖുർആൻ തുറക്കുമ്പോൾ ഏത് ആയത്താണോ നിങ്ങൾ ഓതുന്നത് വെറുതെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് വെറുതെ അപ്പൊ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും ദ്വാ അള്ളാന്റെ അടുത്ത് ദ്വാ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ എന്തെങ്കിലും അതിനെക്കുറിച്ച് അപ്പൊ തന്നെ നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അൽഹംദുലില്ലാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊക്കെ ഹൃദയം പോയി ബ്രെയിനും അത്യാവശ്യത്തിന് മാത്രം, അതായത് പറഞ്ഞ പോലെ മക്കൾ പോയാൽ അവരവിടെ എത്തിയോ എന്ന് ആലോചിക്കാനും ഹസ്ബൻഡിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നടന്നോ എന്ന് ആലോചിക്കാനും കുട്ടികൾക്ക് എന്തെങ്കിലും സൂക്കേട് വന്നാൽ ഏത് ഡോക്ടറെ എങ്ങനെ കാണിച്ചിട്ട് എങ്ങനെ മാറ്റുന്ന ആലോചിക്കാനും മാത്രം വർക്ക് ചെയ്യുന്ന ബ്രെയിനും ഹാർട്ടും ഒക്കെ ആയിപ്പോയി നമ്മളത്. അപ്പൊ അതിൽ നിന്ന് മെല്ലെ ഒരു ചെറിയൊരു ഗ്രൂമിങ് നമുക്കിങ്ങനെ ഒന്ന് ചെരിച്ച് അങ്ങോട്ട് കൊണ്ടുവരണം അല്ലെ. ഇപ്പം നമ്മൾ മക്കളെയൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ മക്കൾ വലിയ ആൾക്കാരാണെങ്കിൽ നിങ്ങളൊക്കെ മക്കൾ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലൊക്കെ പഠിക്കുന്ന മക്കളായിരിക്കും. പല വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സിനും അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പം അവർ ആക്ച്വലി ഈ പഠിക്കുന്നതൊക്കെ അവരുടെ ഫുൾ അതിന് മുമ്പിൽ അവരെ മുമ്പിലേക്ക് കിടക്കുന്ന 30-40 വർഷത്തെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 വരെ അല്ലെങ്കിൽ 12 വരെ ഏകദേശം എല്ലാവരും ഒരേപോലെയാണ് പഠിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ സ്പെഷ്യലൈസേഷനിലേക്ക് പോവുക. ചിലപ്പം ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണ് അങ്ങനെ വെക്കുക. അവർ ഈ 4 കൊല്ലാണ് അവരുടെ ലൈഫിലുള്ള ബാക്കി ഒരു 10, 20, 30, 40, 50 കൊല്ലം വർക്ക് ചെയ്യാനുള്ളത് പഠിക്കുന്നത് അല്ലെ. അതെന്തിനാന്നറിയോ? ജസ്റ്റ് അവരെ ഒന്ന് ഗ്രൂം ചെയ്യാണ്. അവർ അത്രയും നാള് പഠിച്ചു വന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് അവർ ഈ സ്പെഷ്യൽ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു അടിത്തറ അങ്ങോട്ട് ഇട്ട് വെക്കുന്നു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പൊളിക്കും മാഷാ അല്ലാഹ്. അതുപോലെയാണ് നമുക്കൊക്കെ ഈ ബ്രെയിന് തുറക്കാത്ത ഹാർട്ട് തുറക്കാത്ത ചെറിയൊരു പ്രശ്നം. അപ്പൊ അതിനൊന്ന് നമ്മൾ ഒന്ന് ഗ്രൂം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഖുർആനെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ദ്വാ ചെയ്യും, നല്ലപോലെ ദ്വാ ചെയ്യും. അത് ഈ ശീലം ഇല്ലാത്തവർക്ക് കേട്ടോ. ഇനി അത് ശീലമുള്ളവർക്ക് മാഷാ അല്ലാഹ് ഖൈർ തന്നെ. നമുക്ക് അത്യാവശ്യം അർത്ഥവും ചെറിയ തോതിൽ തഫ്സീറൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇല്ലാത്തവർ അതുപോലത്തെ ഒരു നല്ല കോഴ്സ് എനിക്ക് തോന്നുന്നു നുസ്രത്ത് മാം പറഞ്ഞത് വെച്ചിട്ട് നമ്മളെ ക്ലാസ്സുകൾ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെറ്റ് ആവണമെങ്കിൽ അൽഹംദുലില്ലാ ഖൈർ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് കുറേ കോഴ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമ്മുടെ നാട്ടിൽ തദബ്ബുറുൽ ഖുർആൻ ബേസ് ചെയ്തിട്ട് കിട്ടാനുണ്ട്. യൂട്യൂബിൽ തന്നെ നല്ല നല്ല പണ്ഡിതന്മാർ ഇപ്പം ഈ അടുത്തൊക്കെ എടുത്ത് തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ നല്ലതുണ്ട് മാഷാ അല്ലാഹ്. കാരണം ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റും സ്റ്റൈലും ഈവൻ ഭാഷയോടുള്ള ഇഷ്ടങ്ങളൊക്കെ വേറെ വേറെ ആയിരിക്കും. മലയാളം തന്നെ പല രീതിയിൽ പറയുന്നത് ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പൊ കേട്ട് നോക്കിയിട്ട് നമുക്ക് ഏതാണോ സെറ്റാണ്, അതായത് സ്വീകാര്യയോഗ്യരായ ആൾക്കാരുടെ ക്ലാസ്സുകൾ ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ദുആ ചെയ്ത് ഇസ്തിഖാറ നിസ്കരിച്ച് ആ ക്ലാസ് വെച്ചിട്ട് അങ്ങനെ മെല്ലെ തുടങ്ങാം. അപ്പൊ നമ്മൾ ഈ ശീലമില്ലായ്മയുടെ ഹൃദയമൊക്കെ പൂട്ടിപ്പോയതിന്റെ ആ ഒരു പ്രശ്നം അതൊരു ചെറിയൊരു ഗ്രൂമിങ് കൊണ്ട് അത് അങ്ങോട്ട് മാറും. പിന്നെ നമുക്ക് അങ്ങോട്ട് ഈസി ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ തദബ്ബുറുൽ ഖുർആൻ. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ ഇടക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു റഹ്മത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ റഹ്മത്തിന് വേണ്ടി ചോദിക്കണം അല്ലെ. പാപമോചനം പറയുമ്പോൾ പാപമോചനത്തിന് വേണ്ടി ചോദിക്കണം. കാരുണ്യ അല്ലെങ്കിൽ എന്താ സദഖയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെയൊക്കെ ഇടക്ക് വേറൊരു കാര്യം വരും. നമ്മൾ ഖുർആൻ ഓതുമ്പം സ്വാഭാവികമായിട്ടും അല്ലെ നമ്മുടെ മനസ്സിൽ എന്നാലും അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞതില്ലേ, അതെനിക്ക് മനസ്സിലായില്ലല്ലോ. നാച്ചുറൽ ആണ്, എല്ലാവർക്കും വരും അല്ലെ ചില വാക്കുകൾ. അതെന്താ അങ്ങനെ ഉപയോഗിച്ചത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവിടെ അതിനുള്ള ഒരു ഉത്തരം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇൽമ കൊണ്ട് അർത്ഥം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചോളും. ഓക്കെ, അല്ല ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങളുണ്ടല്ലോ ഖുർആനിലല്ലേ. വെറുതെ നമ്മൾ ഖുർആൻ എടുത്തിട്ട് ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തന്നെ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് എന്തറിയാവോ അത് നമ്മൾ ചിന്തിച്ച് എന്ത് അപ്ലൈ ചെയ്യാവോ അത് നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഇനിയും ഞാൻ പറഞ്ഞ കടലിന്റെ മുത്തും പവഴും പെറുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് അടിയിലോട്ട് അങ്ങോട്ട് പോകണം അല്ലെ. അപ്പം ഇങ്ങനെ ഓരോ ലെവലും നമ്മളിങ്ങനെ അത് എനിക്ക് മനസ്സിലായത് ഞാൻ എടുത്തു എന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യും അടുത്ത ലെവലിൽ നമുക്ക് തുറന്നു തരും. ഇതൊരു ട്രഷർ ഹണ്ട് പോലെ. ട്രഷർ ഹണ്ട് ഗെയിം നിങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോണിലൊക്കെ പല ഗെയിമുകൾ കളിക്കുമ്പോൾ അതിന് കുറെ ലെവലുകളുണ്ട് അല്ലെ. ഫസ്റ്റ് ലെവൽ ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത ലെവൽ ഓപ്പൺ ആവും, അടുത്ത ലെവൽ ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത. അതുപോലെയാണ് ഇത് ഭയങ്കര ത്രില്ലുള്ള ഗെയിമാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ട് അങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് കടുപ്പുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കയറാൻ. ഓക്കെ, അതുകൊണ്ട് ടീച്ചർ എന്ത് ഗെയിമിനെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് വിചാരിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കുറെ ആൾക്കാരെങ്കിലും കുറച്ചൊക്കെ ഗെയിമൊക്കെ കളിച്ചിട്ടുള്ളവർ തന്നെ ആയിരിക്കും ഇവിടെ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ സിമ്പിൾ ആണ്. നമുക്ക് അറിഞ്ഞത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ.
ഓക്കെ, അള്ളാഹ് നമുക്ക് അറിയാത്തത് അള്ളാഹു പഠിപ്പിച്ചു തരും. അത് ചിലപ്പം അറിയാത്തതെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഖുർആനിൽ ഓതുമ്പോൾ ഒരു ആയത്തിന്റെ ഒരു ഭാഗം ഇതെന്താണോ അള്ളാഹു പറഞ്ഞത്, എന്താ റബ്ബെ നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എങ്ങനെയാ റബ്ബെ ഇതിനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ റബ്ബിന്റെ അടുത്തൊന്ന് ചോദിച്ചാൽ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില മൊമെന്റ്സ് ഉണ്ടാവും, നമ്മൾ സ്റ്റക്കായി പോയ, എന്ത് ചെയ്യണം എന്നറിയാതെ, എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നറിയാതെ, റബ്ബെ എന്താണ് ഇതിനുള്ളൊരു പോംവഴി എന്ന് നമ്മൾ അറിയാതെ സ്റ്റക്കായി പോകുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിഖ്ഹി ക്വസ്റ്റ്യൻ അല്ലെ, ഇന്ന കാര്യം ഇങ്ങനെ ചെയ്ത്, ഇപ്പൊ ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് അക്കീക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ചോദ്യം ചോദിക്കണ്ടായി. എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ കൊടുത്തിട്ട് അള്ളാഹു ആലം എന്ന് പറഞ്ഞു അവരടുത്ത്. എനിക്കും അറിയില്ല അതാണോ അതിന്റെ ശരിയെന്ന്. അപ്പോൾ അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ഫിഖ്ഹി ചോദ്യങ്ങളുണ്ടാവും, നമ്മൾ പലരിടത്തും ചോദിച്ചിട്ട് നമുക്കൊരു പ്രോപ്പർ ആൻസർ കിട്ടാത്തത്. അതുപോലെ നമുക്ക് സ്റ്റക്കായിട്ടില്ല, നമുക്കറിയാത്ത എന്ത് കാര്യങ്ങളും നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിച്ച റബ്ബ് പഠിപ്പിക്കും. എങ്ങനെയാണെന്നറിയോ റബ്ബ് പഠിപ്പിക്കുക? വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്. അതാണ് ട്രിക്ക്. ഓക്കെ, സൂറത്ത് ബഖറയിൽ 282 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. എങ്ങനെയാ അള്ളാഹുവിനെ സൂക്ഷിക്കുക? തഖ്വ കാണിക്കുക അല്ലെ. തഖ്വ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പറഞ്ഞത് അത് ഇവിടെ അനുസരിക്കുക, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ആയത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് അള്ളാഹു എന്തെങ്കിലും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കുക. ഈ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്ത ആൾക്കാരായിരിക്കും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ നമുക്ക് മാറാൻ പറ്റില്ലായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് റബ്ബെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഇത് നീ പറഞ്ഞതാണ്, ഞാൻ റെഡിയാ, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യും, റബ്ബെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ദ്വാ, ഓക്കെ, അതിന് വേണ്ടിയിട്ട് അടുത്തൊരു ചാൻസ് വരുമ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതാണ് വത്തഖുള്ള. അത് നമ്മൾ ശ്രമിക്കുമ്പം അള്ളാഹു ചിലപ്പം ഒന്നും കൂടെ പരീക്ഷണം തന്നൊന്ന് മുറുക്കും, ഇവള് ശരിക്കും തന്നെ ആണോ, ആത്മാർത്ഥമായിട്ടാണോ ശ്രമിക്കുന്നതെന്ന് നോക്കാൻ. അപ്പോഴും അള്ളാഹിന്റെ സഹായത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചൊരു 3-4 സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്കും ആ കാര്യം കൂടെ എളുപ്പമായിട്ടുണ്ടാവും. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അങ്ങനെ നമ്മൾ വത്തഖുള്ള, അള്ളാഹുവിന് തഖ്വ കാണിച്ചു കഴിഞ്ഞാൽ വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ അതും ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് ഖുർആൻ എടുക്കുന്നു, നമ്മൾ ഓതുന്നു, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നു, ദുആ ചെയ്യേണ്ടത് ദുആ ചെയ്യുന്നു, അറിയാത്ത കാര്യങ്ങൾ അള്ളാഹിന്റെ അടുത്ത് ചോദിക്കുന്നു, അള്ളാഹ് പഠിപ്പിച്ചു തരും. പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരും. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പലരും നമ്മളടുത്ത് ഇൽമ് പഠിക്കണം, ഇൽമ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം, നമ്മൾ എപ്പോഴും ഇൽമിന്റെ ആളുകളായിരിക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് സുബ്ഹാനല്ലാഹ് ഈ ഇൽമ എന്നൊക്കെ പറയുമ്പോൾ, പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു പേടിയാണ്. അറ്റ്ലീസ്റ്റ് സാധാരണ വീടുകളിലുള്ള വീട്ടമ്മമാരായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ. കാരണം നമ്മൾ പഠനം വിട്ടിട്ട് കുറെ കാലം ആയിട്ടുണ്ടാവും, കല്യാണത്തിന് മുന്നേ ഒക്കെ അല്ലെ സ്കൂളിലോ കോളേജിലൊക്കെ പഠിച്ചു നിർത്തിയതായിരിക്കും. പിന്നെ മക്കളെ പഠിപ്പിച്ചു എന്നല്ലാതെ പഠിപ്പ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ബേജാറായിരിക്കും. അത് ഭയങ്കര എന്തോ മലയാണ്, മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യണം, എക്സാം എഴുതണം, സർട്ടിഫിക്കറ്റ്, നമ്മളെ ജീവിതത്തിന്റെ കഥ എന്താവും, കുട്ടികൾ, കുടുംബം, വീട് നോക്കണ്ടേ എന്നൊക്കെയുള്ള ചിന്ത കാരണം ഇൽമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബേജാറാവും, എന്നെ കൊണ്ട് കഴിയില്ല, ആ കോഴ്സ്, അതോ എല്ലാ കോഴ്സും കൂടെ പറയല എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് അല്ലെ. പക്ഷെ ഇത്രയും സിമ്പിളായ ഇൽമ, വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ്, ശരിക്കും നമ്മളെ ജീവിതം തന്നെ അത്. എൽമെന്ന് പറയുന്നത് നമ്മളൊരു ജീവിതം, അതിങ്ങനെ ജീവിതത്തിന്റെ ഒഴുക്കിന്റെ കൂടെ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഖുർആൻ എടുക്കുന്നു, ഓതുന്നു, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, അള്ളാഹിന്റെ തൗഫീഖോട് കൂടി. ഓക്കെ, അറിയാത്തത് റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നു, അപ്പൊ എന്താക്കും, റബ്ബ് പഠിപ്പിച്ചു തരും. അതാണ് ഇൽമ. സുബ്ഹാനല്ലാഹ്. നമ്മളെ ജീവിതം, ആ പഠിപ്പിച്ച കാര്യം നമ്മൾ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. പ്രയാസം വരുമ്പോൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുന്നു, റബ്ബ് എളുപ്പം തരുന്നു, അല്ലെങ്കിൽ റബ്ബ് ഒന്നും കൂടെ പരീക്ഷിക്കുന്നു, അപ്പോൾ റബ്ബിന്റെ സഹായം തേടുന്നു. അതിങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മളും റബ്ബുമായിട്ട് അങ്ങനെ പോകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. നമ്മുടെ നോർമൽ ലൈഫ് തന്നെയാണ് എൽമ. പക്ഷേ നമ്മളിപ്പോഴത്തെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അല്ലെ, പലതരത്തിലുള്ള ടെൻഷനിലൂടെ. ഇപ്പൊ ഞാൻ പറയുന്ന പോലും പകുതി നിങ്ങളെ തലന്റെ പുറത്തു കൂടെ ആയിരിക്കും പോകുന്നത്. കാരണം മോൻ വന്നിട്ടില്ലല്ലോ, സ്കൂളിൽ നിന്ന് എത്ര നേരമായി അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും അസുഖമുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ ആയിരിക്കും തലയിൽ കൂടെ ഓടുന്നത് അല്ലെ. എല്ലാവരും പ്രയാസത്തിലാണ്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ വത്തഖുല്ലാഹ് വയുഅല്ലിമുക്കുമുല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ഭയങ്കര സിമ്പിളായിട്ട് മുന്നോട്ട് പോകും. അള്ളാഹ് പറയുന്നത് നമ്മൾ ചെയ്ത് ബാക്കിയുള്ളത് അള്ളാഹിനോട് ചോദിച്ച് അള്ളാഹ് പഠിപ്പിച്ച് ആ ഒരു ഇൽമ. അപ്പം എന്താണ് ജീവിതം, ആ ഇൽമുള്ള ജീവിതം എന്ന് പറയുന്നത്, ജീവിതം പഴയതുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഈസി ആവും ജീവിതം. സുബ്ഹാനല്ലാഹ്. കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും, കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ആർക്കാ സമാധാനവും സന്തോഷമൊക്കെ വേണ്ടാത്തല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആദ്യം ഞാൻ ഇതായിരുന്നു പറയേണ്ടത്, അത് കേട്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആവുക. കാരണം ഇതെല്ലാവർക്കും വേണ്ട ഒരു കാര്യം അല്ലേ. സുബ്ഹാനല്ലാഹ്. സമാധാനവും സന്തോഷവും വേണ്ടാത്തവരാരും ഇല്ല. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യം, അതുകൊണ്ട് ഇന്ന് തൽക്കാലം വേണ്ടാന്ന് വെച്ചതാ കേട്ടോ.
എന്നാലും പറയാം. സൂറത്ത് ബഖറയിലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ ആദം അലൈഹിസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും ഇബ്ലീസിനെയും ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പം അള്ളാഹു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ താഴോട്ട് പോയിക്കോ, പക്ഷെ അവിടെ എത്തിയിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്ത് വരും? ഹുദൻ വരും, അല്ലെ? ഹിദായത്ത് വരും. അപ്പൊ നിങ്ങൾ അതിനെ പിന്തുടർന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് വിഷമവും ഇല്ല, ഭയവും ഇല്ല. സുബ്ഹാനല്ലാഹ്, ആ ടിപ്പ് പറഞ്ഞിട്ടാ വിട്ടത്. അപ്പം ഈ ഖുർആൻ അങ്ങോട്ട് പിന്തുടർന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പം ഈ സ്റ്റക്കായി നിൽക്കുന്ന ഒരു ലിസ്റ്റ് എഴുതിയാൽ തീരാത്തല്ലേ. ഓരോരുത്തരുടെയും വേറെ വേറെ സ്ക്രിപ്റ്റുകളായിരിക്കും ലൈഫിൽ. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഭയങ്കര, പക്ഷേ ഇത്രയും വലിയ സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ അള്ളാഹ് എന്ന് തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അഹദാണ്, അല്ലെ? അള്ളാഹ്ക്ക് മാത്രമേ അത് കഴിയുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത്രയും ഭംഗിയുള്ള ഡിഫറെന്റ് സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരാൻ. എന്തിനാ ഈ സ്ക്രിപ്റ്റ്? നമ്മളെ ഇടങ്ങേറാക്കാനാണോ? അല്ല. നമ്മളോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ പരീക്ഷിച്ച് നമ്മൾ സ്നേഹം കാണിക്കാനാണോ? അല്ല. എന്തിനാണെന്നറിയോ? നിങ്ങളെ റബ്ബിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ കാണുന്ന നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിച്ച നിങ്ങളെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നല്ല കാര്യം. അള്ളാഹു ആണ് ഇതിനെല്ലാത്തിനും മേലെയുള്ള കാര്യം എന്നാണ്. തൗഹീദിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് നമുക്ക് എല്ലാവർക്കും ഈ പരീക്ഷണങ്ങളൊക്കെ തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും ഇതിനകത്തൊക്കെ സ്റ്റക്കായിരിക്കും, അല്ലേ? അപ്പം അള്ളാഹ് അത്ര ഭംഗിയായിട്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ സ്ക്രിപ്റ്റ് എഴുതി നല്ല ടൈറ്റാക്കി വരിഞ്ഞ് മുറുക്കി എടങ്ങേറാക്കി നമ്മളെല്ലാവരെയും നിർത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കെട്ടെങ്ങനെ അഴിയാ? ഈ വത്തഖുല്ലാഹ് വയഅല്ലിമുക്കുമുല്ലാഹ്. ഖുർആൻ എടുക്കുക, ഓതുക, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അറിയാത്തത് റബ്ബിന്റെ അടുത്ത് ചോദിക്കുക, റബ്ബ് പഠിപ്പിച്ചു തരും. ലൈഫ് കുറച്ചും കൂടെ സിമ്പിൾ, ഈസി, പീസ്ഫുൾ. അൽഹംദുലില്ലാഹ്. ഓക്കെ. അപ്പം അത് ആ ഒരു സ്റ്റൈല് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടല്ലോ, അള്ളാഹു നമ്മൾ ഓരോ മൊമെന്റിലും അള്ളാഹു നമ്മളെ പഠിപ്പിക്കും. ഓരോ മൊമെന്റിലും ഓരോ ദിവസവും അള്ളാഹു നമ്മളെ പഠിപ്പിക്കലാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഇൽമ, ആ അക്കാഡമി, ഈ അക്കാഡമി എന്നൊന്നും വിചാരിച്ച് നമ്മൾ ബേജാറാവേ വേണ്ട. അള്ളാഹ് അക്കാഡമിയിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുക, ടീച്ചേഴ്സിലൂടെയൊക്കെ തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുക. പക്ഷെ ഓരോരുത്തർക്കും എന്താ വേണ്ടതെന്ന് അള്ളാഹു തന്നെ കാണിച്ചു തരും. ഓക്കെ, നീ ഇത് പഠിക്കുക, ഇന്ന ദിവസം ഇന്നത് ഈ ടീച്ചർ അടുത്ത് നീ പഠിച്ചോന്ന് അള്ളാഹ് തീരുമാനിക്കും. അള്ളാഹു നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കും. കാരണം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ റബ്ബിന്റെ അടുത്ത്, റബ്ബേ ഇതെന്താ ഇങ്ങനെ, ഇതിന് എനിക്ക് എന്താ ഒരു ഉത്തരം നീ തരാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബ് നമ്മൾ അതിന് വേണ്ടിടത്തേക്ക് റബ്ബ് നമ്മളെ എത്തിച്ചോളും. അപ്പം നമ്മളുടെ അധ്യാപകരിലൂടെ, നമ്മളുടെ ചിന്തകൾ, അതായത് നമ്മുടെ തദബ്ബുറിലൂടെ, നമ്മളെ ചുറ്റുപാടുമുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാ സൃഷ്ടികളിലൂടെയും അള്ളാഹു നമ്മളെ പഠിപ്പിക്കും. ഒരു ഉറുമ്പിലൂടെയും ഒരു പുഴുവിലൂടെയും ഒരു ഇലയിലൂടെയും, വീഴുന്ന ഒരു ഇലയിലൂടെ പോലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കും. നമ്മളെ വീടുകളിലുള്ള ഓരോരുത്തരും, നമ്മളെ ഭർത്താവ്, നമ്മളെ മക്കൾ, നമ്മളെ ഉമ്മ, നമ്മളെ വാപ്പ, അവരും ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന എളുപ്പങ്ങളും പ്രയാസങ്ങളും, അവർ തരുന്ന അപ്രീസിയേഷൻസും, അവർ തരുന്ന അല്ലെ ഡിമോട്ടിവേഷൻസും ഒക്കെ നമുക്ക് പാഠങ്ങളായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്, ഈ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നമുക്ക് എല്ലാവർക്കും, അല്ലെ? അപ്പം എൽമ ഒരിക്കലും ഭയങ്കര പ്രയാസമുള്ള, അവിടെ പോയി അത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒന്നും പഠിക്കുന്ന പോലത്തെ എൽമേ അല്ല ഇത്. ഇത് ജീവിച്ചുകൊണ്ടുള്ള രസകരമായിട്ടുള്ള, സന്തോഷമായിട്ടുള്ള, സമാധാനമുള്ള ഒരു എൽമ നേടലാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആല നേരിട്ട് പഠിപ്പിക്കുന്ന എൽമാണത്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാവരും റെഡിയല്ലേ ഇതിന്? ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേറിയിട്ടുണ്ടോ നിങ്ങളുടെയൊക്കെ തലയിലേക്ക്? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യട്ടോ, നന്നായിട്ട് ദുആ ചെയ്യുക. ഇതുപോലെയുള്ള ഒരു ജീവിതം, ഖുർആനും നമ്മളും, ഓക്കെ, ഖുർആനും ഖുർആനെ കുറിച്ചുള്ള ചിന്തകളും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരലുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട്, അത് അങ്ങനെ ഒരു ജീവിതത്തിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഒരു പിക്ചർ കാണുമ്പോഴാണ് നമ്മളത് ആഗ്രഹിക്കുക, അല്ലെ? അപ്പോഴാണ് നമ്മളത് ദുആ ചെയ്യുക. ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കത് എത്തിച്ചു തരിക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം നാച്ചുറലി അല്ലേ, നമ്മൾ ഖുർആൻ പഠിതാക്കളാണ്. ഇപ്പൊ ഖുർആൻ പഠിക്കാന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒന്നും പഠിക്കണ്ടേ, വെറുതെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓതി നോക്കിയിട്ട് അത് ചിന്തിച്ചാൽ മതിയോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം ഖുർആൻ പഠനം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ബ്രോഡ് കാറ്റഗറി ആണല്ലോ, അല്ലെ? ചിലപ്പം അറബി പഠിക്കണോ, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കണോ, തഫ്സീർ പഠിക്കണോ, ഇനി ഹിഫ്ള് പഠിക്കണോ, തജ്വീദ് പഠിക്കണോ, ഏതാ ഇപ്പൊ പഠിക്കേണ്ടത്, ഏതാ പഠിക്കേണ്ടത്, ഇനിയിപ്പോ ഇതൊന്നും പഠിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളെയൊക്കെ ഇങ്ങനെ പല ഓരോ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്താറുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലെ? പല പല ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവര് ചില ഗ്രൂപ്പുകൾ പറയും ഹിഫ്ള് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലെ? വേറെ ചില ഗ്രൂപ്പുകൾ പറയും എന്തിനാ ഹിഫ്ള് പഠിച്ച സമയം കളയുന്നത്, ഖുർആന്റെ അർത്ഥം പഠിക്കുക, ഖുർആന്റെ തഫ്സീർ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിൽ മാത്രമാണ് കാര്യം. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിന്റെ രണ്ടിനിടയിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഇത് രണ്ടും കൂടെ പഠിക്കണം എന്ന് പറയുന്നത്. അത് മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഈ അറ്റത്തുള്ള ആൾക്കാർ, അതായത് ഈ
എന്താണ് തഫ്സീർ അർത്ഥം പഠിക്കുന്ന പറയുന്ന ആൾക്കാർ മറ്റേ അപ്പുറത്തെ അറ്റത്തുള്ള ഹിഫ്ള് പഠിക്കുന്നവരെ കുറിച്ച് അവർ പാരറ്റ്സ് ആണ്, തത്തകളാണ്. അവരിങ്ങനെ അറിയാത്ത കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും. എന്നാൽ ഈ ഹിഫ്ള് പഠിക്കുന്ന ആളുകൾ ഇപ്പുറത്തുള്ള തഫ്സീർ പഠിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയും, അവർക്ക് നമ്മളെ പോലെ വിൽ പവർ ഇല്ല, അവർക്കത് ഹിഫ്ള് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി അവർക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ശരിക്കും റൈറ്റ് ആയിട്ടുള്ള പ്രോസസ്? സുബ്ഹാനല്ലാഹ്. ഈ ഖുർആൻ പഠനം എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ആക്ടിവിറ്റി അല്ല. ഇത് പല കാര്യങ്ങൾ ഒന്നിച്ച് നിന്ന് പോണ്ട കാര്യമാണ്. തജ്വീദ് പഠിക്കണം, തിലാവ വേണം, മനസ്സിലാക്കണം. അതായത് അറബി പഠിച്ചിട്ടോ ഇനി ഈ പറയുന്നത് പോലെ നമ്മൾ അർത്ഥങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങൾ ഉൾക്കൊണ്ട് തഫ്സീർ പഠിച്ചിട്ടോ അങ്ങനെ പഠിച്ച് മനസ്സിലാക്കണം, ഹിഫ്ള് ചെയ്യണം. പിന്നെ ഒരുപാട് ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമർ പഠിക്കുകയാണെങ്കിൽ അതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന ഒരു പ്രോസസ്സാണ് ഈ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കില്ല. ഞാൻ പറഞ്ഞ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ, എന്നിട്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞ എല്ലാം പഠിക്കണം എന്നല്ലേ? അങ്ങനെയല്ല, ഞാൻ അത് സിമ്പിളാക്കി പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ തജ്വീദും തിലാവയാണ്, ഞാൻ അതിലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠനം എന്ന് പറഞ്ഞാൽ വെറും തഫ്സീർ പഠനവും അല്ലെ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കലുമാണ്. എനിക്ക് ഒരുപാട് ഓതാനും അല്ലെ ഇത് പഠിക്കാനും ഒന്നും വയ്യ, അല്ലെങ്കിൽ ഓതി ഭംഗിയാക്കാൻ എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ ഹിഫ്ള ചെയ്യാൻ പോണത്. അങ്ങനെ നമുക്ക് ഓരോന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചൂസ് ചെയ്യാനും പറ്റില്ല. ഒന്ന് വേറൊന്നിനേക്കാൾ വലുതാണെന്നും പറയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഖുർആന് ആ ഹഖ തിലാവത്തിഹിലെ അതിനൊരു ഹക്കുണ്ട് ഖുർആന്. അത് കൊടുക്കാൻ വേണ്ടി ഖുർആൻ നമ്മളടുത്ത് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു കൽപ്പനയാണ് ഖുർആനിൽ ഇതില്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതെങ്കിലും ഒരു കോമ്പണന്റിന്റെ ഒരു കാര്യത്തിനെ വേറൊന്നിനേക്കാൾ ഉയർത്തി കാണിച്ച് ഇത് മാത്രമാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ വേറൊന്നിനെ ഉയർത്തി കാണിച്ചിട്ട് ഇത് മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയണ്ട. നമ്മളിപ്പം ഉദാഹരണത്തിന് ഒരു കാറ് വിചാരിക്കാം. അത് റൺ ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും നടക്കണം അല്ലെ? ക്ലച്ച് വേണം, ബ്രേക്ക് വേണം, ആക്സിലറേറ്റർ വേണം. ഒക്കെ ക്ലച്ച് പോട്ടെ, ഗിയറും ബ്രേക്കും ആക്സിലറേറ്ററും വിചാരിക്കാം. ഓക്കെ, ക്ലച്ച് ഇല്ലാത്ത വണ്ടിയാന്ന് വിചാരിക്കാം. പിന്നെ എഞ്ചിനും വേണം അല്ലെ? ഇത് നാലും കൂടെ ഉണ്ടെങ്കിലേ കാർ ഓടുകയുള്ളൂ. ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ കാർ ഓടൂല. അപ്പൊ നമ്മള് ഈ ഖുർആൻ മനസ്സിലാക്കല് അല്ലെങ്കിൽ അർത്ഥം അറിയൽ എന്നുള്ളതിനെ നമുക്ക് ഗിയർ ആയിട്ട് കാണാം, തിലാവത്തിനെ നമുക്ക് ആക്സിലറേറ്റർ ആയിട്ട് കാണാം, പിന്നെ ഹിഫ്ളിനെ ബ്രേക്ക് ആയിട്ട് കാണാം, തജ്വീദിനെ എഞ്ചിനായിട്ട് കാണാം. അപ്പൊ ഈ ആദ്യത്തെ മൂന്നും ഉണ്ടെങ്കിലും എഞ്ചിൻ ഓൺ ആയാൽ മാത്രമേ ഇത് ഓടുള്ളൂ അല്ലെ? ഖുർആനെ നമുക്ക് ശരിക്കും ശരിയായ രീതിയിൽ പാരായണം ചെയ്യണമെങ്കിൽ തജ്വീദ് തന്നെ വേണം. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ എഞ്ചിൻ ഓൺ ആയാലേ ബാക്കിയുള്ളതൊക്കെ ഓടുള്ളൂ. എഞ്ചിൻ ഇല്ലെങ്കിൽ ബാക്കിയുള്ളതൊന്നും ഓടൂല. ഇനി ബാക്കിയുള്ള എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിലും വണ്ടി ഓടൂല അല്ലെ? ബ്രേക്ക് ഇല്ലെങ്കിലും വണ്ടി ഓടിക്കാല് അപകടമാണ്, ആക്സിലറേറ്റർ ഇല്ലെങ്കിലും വണ്ടി ഓടൂല, ഗിയർ ഇല്ലെങ്കിലും വണ്ടി ഓടൂല. സുബ്ഹാനല്ലാഹ്. എന്നാൽ എഞ്ചിൻ ഓൺ ആയാലേ വണ്ടി ഓടുള്ളൂ. അപ്പൊ ഇത് നാലും അല്ലെങ്കിൽ അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോന്നും ഖുർആൻ പഠനത്തില് അനിവാര്യമാണ്. എല്ലാം ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. ഓക്കെ, അപ്പം തജ്വീദ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മാഷാ അല്ലാഹ് തജ്വീദ് പഠിക്കുന്ന ഒരു കൂട്ടം ആളുകളായതുകൊണ്ട് ഞാൻ പറയണം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ആ തജ്വീദ് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡ്യൂ സമയം ഓരോ വാക്കുകൾക്കും ഓരോ ആയത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ? സമയം കൊടുത്തു. കാരണം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ഓതുന്നത്. ആ സമയം നമുക്ക് കിട്ടണം. ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ കൂടെ ആ സമയം കിട്ടുമ്പം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് വരാണ്. നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സമയത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ ആ തജ്വീദ് പഠിക്കുക എന്ന് പറയുന്നത് ആ റൂൾസ് പഠിച്ചിട്ട് ഇന്ന റൂളാണോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കി അങ്ങനെയൊന്നും അല്ല നമ്മൾ തജ്വീദ് പഠിക്കുന്നത് അല്ലെ? ആദ്യം നമ്മൾ റൂളൊക്കെ പഠിക്കും, പിന്നെ നമ്മളത് പാരായണത്തിൽ അപ്ലൈ ചെയ്യും, പിന്നെ അത് പഠിച്ച് നമ്മൾ അറിയാതെ ആ റൂൾ അങ്ങോട്ട് വരും. പക്ഷെ ആ അറിയാതെ റൂൾ വരുമ്പോഴും നമ്മളുടെ ആ ഒരു അല്ലെ ഓരോ വാക്കുകൾക്കും ഓരോ അക്ഷരങ്ങൾക്കും അതിന്റെ സിഫാത്തുകൾക്കും നമ്മൾ കൊടുക്കുന്ന ആ ഡ്യൂ ടൈം ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ആ ടൈം നമുക്ക് ചിന്തിക്കാൻ കിട്ടും ഖുർആനെ. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ പാരായണം നമ്മളെ സ്ലോ ഡൗൺ ചെയ്യിക്കും, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഓതിപ്പോകുമ്പോൾ നമസ്കാരത്തിലാണെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലെ ആ ഒരു സമാധാനമായിട്ട് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. ഒരു 3 ആയത്താണെങ്കിലും സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കിട്ടുന്നു, ചിന്തിക്കാൻ പറ്റുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സംഭവം എന്നാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഖുർആന്റെ എന്താണ്
തദബ്ബർ എന്ന് പറയുന്നത്. ഈ ഓരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്ത് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് നിർത്തി ചിന്തിച്ച് അത് റബ്ബിന്റെ അടുത്ത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ ഓരോ കോമ്പണൻസും കൂടി വരുമ്പം അല്ലെ, ഞാൻ കാർ ഓടിക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ആ തജ്വീദും ആ തിലാവയും അല്ലെ, ആ ഒരു മനസ്സിലാക്കലും അതിന്റെ അപ്പുറത്തേക്ക് ഹിഫ്ല് ഉണ്ടെങ്കിൽ കൂടുതൽ ഗുണമാണ് അല്ലെ. ഖുർആനിൽ പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങളിലൊക്കെ ഹിഫ്ല് ഉണ്ടെങ്കിലേ നമുക്ക് അത്രയും പാരായണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ഭംഗിയാവും നമ്മുടെ നമസ്കാരങ്ങൾ. സുബ്ഹാനല്ലാഹ്, മുത്തും പഴവും പെറുക്കുന്നതിന്റെ കൂടെ തന്നെ അല്ലെ ഖുർറത്തൈനായിട്ടുള്ള നമസ്കാരങ്ങളും നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താ കൺക്ലൂഷൻ? എല്ലാം വേണം, എല്ലാം ആവശ്യത്തിന് വേണം. എങ്ങനെയാണ് എടുക്കേണ്ടത്? റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സ്റ്റക്കാണ്, റബ്ബെ എനിക്കിത് പറ്റുന്നില്ല, അത് പറ്റുന്നില്ല, റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. റബ്ബി, നീ പഠിപ്പിച്ചത് ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്, നീ എന്നെ ഹെൽപ്പ് ചെയ്യ റബ്ബെ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ദിവസവും അല്ലേ നമ്മളൊരു 10 ആയത്തെടുത്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 10 ആയത്തെടുത്ത് ഓതിയാൽ മതി. നമുക്ക് ചിലപ്പോൾ ദിവസങ്ങളോളം ചിന്തിക്കാനും റബ്ബിന്റെ അടുത്ത് ചോദിക്കാനും അത് തന്നെ ധാരാളമാണ്. സുബ്ഹാനല്ലാഹ്. അതന്നെ നമ്മൾ ഭംഗിയായിട്ട് അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും തഫ്സീറോട് കൂടി ഏതെങ്കിലും അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് നമ്മൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനേക്കാളും ഭംഗിയാണ്, അതിനേക്കാളും എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിന്തിച്ച് അപ്പൊ നമ്മൾ വിചാരിക്കും ഇതേ ഒരേ ആയത്തന്നെ അല്ലെ, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ഇതന്നെയല്ലേ, ഇതിന്റെ അർത്ഥത്തിന് വലിയ മാറ്റമൊന്നും വരുന്നില്ലല്ലോ അല്ലെ. അള്ളാഹ് ഇത് ചെയ്യാൻ പറഞ്ഞു, ഓക്കെ നമ്മൾ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹ് കാരുണ്യത്തിന് വേണ്ടി പറഞ്ഞു, നമ്മൾ കാരുണ്യത്തിന് വേണ്ടി ചോദിക്കുന്നു. ഇതിലിപ്പോ അടുത്ത പ്രാവശ്യം ഓതുമ്പോ എന്താ വ്യത്യാസം വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം. ഈ ഇങ്ങനെ കടലിന്റെ മുത്തും പവിഴം എവിടെ ഉണ്ടാവും, അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ അല്ലെ. അപ്പൊ ഓരോ ലെയർ ഇറങ്ങുമ്പോൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചിന്തകളും ഇതുവരെ നമുക്ക് കിട്ടാത്ത ആശ്വാസങ്ങളും ഇതുവരെ നമുക്ക് കിട്ടാത്ത സൊല്യൂഷൻസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ നമുക്ക് കൊണ്ടുവന്ന് തരും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുക, എല്ലാവരും ദുആ ചെയ്യുക. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. നിനക്ക് നാം ഇറക്കി തന്ന അനുഗ്രഹീതമായ മുബാറക്കായ ഗ്രന്ഥമാണിത്, കിതാബാണിത്. ഇതിലെ വചനങ്ങളെ ഇവർ ചിന്തിച്ചറിയാൻ, ആര്? സത്യവിശ്വാസികൾ, വിചാരശാലികൾ പാഠം ഉൾക്കൊള്ളുവാനും വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടാണ് പല സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പല സഹാബാക്കളും ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ പഠിക്കാൻ കൊല്ലങ്ങളോളം എടുത്തതായിട്ട് നമ്മൾ കാണുന്നത് റെഫറൻസ്. സുബ്ഹാനല്ലാഹ്. കാരണം അവര് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പം സുബ്ഹാനല്ലാഹ് അവർക്ക് കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അത് വാക്കുകൾ കൊണ്ട് പ്രവചിക്കാൻ പറ്റാത്ത, അവരുടെ ഹിക്മത്ത് എന്ന് പറയുന്നത് അത്ര ഭംഗിയേറിയതായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ 12 വർഷം കൊണ്ടാണ് അത്ര പഠിച്ചു തീർത്തത്. എന്നാൽ അദ്ദേഹത്തിന്റെ മോൻ അബ്ദുള്ള 4 വർഷം കൊണ്ടാണ്. അതിന്റെ അർത്ഥം മോൻ പാപ്പനെക്കാളും ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു ഹിഫ്ലില് എന്നല്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇതാ ഇപ്പോഴത്തെ കാലത്തിലെ നമുക്ക് അറിയാം, ചെറിയ മക്കളൊക്കെ ചിലപ്പം 1 കൊല്ലം കൊണ്ട് 1.5 കൊല്ലം കൊണ്ടൊക്കെ പഠിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം ആ കുട്ടി അവരെക്കാളും ഭയങ്കരനായിരുന്നു എന്നല്ല. സുബ്ഹാനല്ലാഹ്. അവര് ഖുർആൻ ഇറങ്ങിയതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ആൾക്കാരായിരുന്നു അവര്. സുബ്ഹാനല്ലാഹ്. എന്തിനാ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയതെന്ന് മനസ്സിലായത് കൊണ്ടാണ് അവരങ്ങനെ വർഷങ്ങൾ എടുത്തു പോയത്. അവര് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 10 ആയത്ത് അല്ലെ ഒരു സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കാര്യങ്ങളും അതിന്റെ നിയമങ്ങളും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത 10 ആയത്തിലേക്ക് മൂവ് ചെയ്യുക പോലും ഉണ്ടായിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അവര് പഠിച്ചു, ചിന്തിച്ചു, മനസ്സിലാക്കി, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ബൈഹാർട്ടാക്കിയ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് തജ്വീദിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം അവരുടെ സ്ലാങ് ആയിരുന്നു അല്ലെ മെജോറിറ്റി. സുബ്ഹാനല്ലാഹ്. അപ്പം ഖുർആൻ എന്ന് പറഞ്ഞ ആ ഒരു ഭംഗിയേറിയ ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം നമ്മുടെ ജീവിതം തന്നെ ആകെ മാറി മറിയും, വേറൊരു അവസ്ഥയിലേക്ക് പോകും, വേറൊരു സുഖമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇതുവരെ ചെയ്ത പലതും ചെയ്യരുതെന്നും. പക്ഷെ ചെയ്യരുത് എന്ന് പറയുമ്പം അതെങ്ങനെയാ ചെയ്യാതിരിക്കാന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. അതുപോലെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പലപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുമ്പോഴും അതിനെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാ ചെയ്യാന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കും.
അപ്പം ആ ഒരു കണക്ഷൻ ഖുർആനുമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഞാനൊരു ദുആയോട് കൂടി നിർത്താണ്. ഏറ്റവും പ്രിയപ്പെട്ട ഖുർആന്റെ ദുആ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദരി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. ല്ലേ? ഹൃദയത്തിന്റെ വസന്തവും നെഞ്ചിന്റെ പ്രകാശവും സുബ്ഹാനല്ലാഹ്. വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അള്ളാഹു അകറ്റുന്നത് എന്തോ അതും ആക്കാൻ, ആകുലതകൾ ആങ്സൈറ്റീസിനെ അകറ്റുന്നത് എന്തോ അതും നീ ആക്കണേ ഈ ഖുർആനിനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖുർആനിനെ അങ്ങനെ ആക്കി മാറ്റാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായി മാറാൻ, ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, വെളിച്ചം തരുന്ന എന്തോ ഒന്നായി മാറാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അതിലേക്ക് വേണ്ട വഴി വെളിച്ചം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഓരോരുത്തർക്കും കാണിച്ചു തരട്ടെ. കാരണം ഓരോരുത്തരും നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് വേണ്ട വെളിച്ചങ്ങൾ വേറെ വേറെയാണ്. ഓക്കെ, ഓരോരുത്തർക്കും വേറെ വേറെ ടൈപ്പ് വെളിച്ചങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ വേറെ വേറെ വഴികളാണ് പഠിക്കാൻ വേണ്ടത്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പലതും നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതും പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും എന്താ പഠിക്കേണ്ടതെന്ന് റബ്ബിനെ അറിയാം. അപ്പം ആത്മാർത്ഥമായിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഹൃദയത്തിന് അങ്ങോട്ട് താക്കോലൊക്കെ എടുത്ത് തുറന്ന് കാണിച്ചിട്ട് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യ്. റബ്ബേ, എന്താണോ എനിക്ക് വേണ്ടത് അതിലേക്ക് നീ എത്തിക്കുമെന്ന് ദുആ ചെയ്ത അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായിട്ടും എല്ലാവരെയും എത്തിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും അതുപോലെ എത്തിക്കട്ടെ. എന്നിട്ട് നാളെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് അറിയില്ല, എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. അന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റട്ടെ, അന്ന് അല്ലേ നമ്മൾ ഖുർആനെ കുറിച്ച് സംസാരിച്ച് നമ്മൾ ജീവിതത്തിൽ ഖുർആനുമായിട്ടൊരു ബന്ധം വന്ന് സുബ്ഹാനല്ലാഹ്, അതിനുശേഷം ജീവിതത്തിന് ഒരു മാറ്റം വന്ന് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് ഇവിടെയായി അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടിട്ടോ, അല്ലാതെ നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിയാക്കിയതുകൊണ്ടല്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായി. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെയായി. ബാങ്ക് കൊടുക്കാറായിട്ടോ. അപ്പം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്നാ ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്നാ ഇജ്തിനാബഹ. അല്ലാഹുമ്മ اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.